പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. യുദ്ധം ചെയ്യാതെ ജയത്തെ തരുന്ന ദൈവത്തെയാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നത്. ഒരവസരത്തിൽ യഹൂദ രാജാവായിരുന്ന യഹോശാഫാത്തിനു വിരോധമായി മോബാബ്യരും അമ്മോന്യരും മെയൂന്യരിൽ ചിലരും സംഘടിതമായി അഥവാ ഒന്നു ചേർന്ന യുദ്ധത്തിനായി കടന്നു വന്നു. ഈ അവസരത്തിൽ യഹോശാഫാത്ത് ചെയ്തതെന്തെന്നറിയണ്ടേ? ഒന്നാമതായി യഹോവയെ അന്വേഷിക്കുവാൻ താൽപ്പര്യപ്പെട്ടു. രണ്ടാമതായി യഹൂദിയിലൊക്കെയും വലിയൊരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. മൂന്നാമതായി യഹോവയോട് സഹായം അഭ്യർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ ജനസമൂഹത്തോട് എതിർത്ത് നിൽക്കുവാനുള്ള വലിയ കഴിവും പ്രാപ്തിയുമൊന്നും ഞങ്ങൾക്കില്ല. എന്തു ചെയ്യണമെന്നും ഞങ്ങൾ അറിയുന്നില്ല. എങ്കിൽ തന്നെയും ഞങ്ങൾ ഞങ്ങളുടെ കണ്ണ് നിങ്കിലേക്ക് ഉയർത്തുന്നു. ആകയാൽ ഞങ്ങളെ സഹായിക്കണമേ എന്നപേക്ഷിച്ചു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത, പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ദൈവം ഭക്തന്റെ അപേക്ഷാവാചകങ്ങൾ ശ്രദ്ധ വെച്ച് കേട്ടിട്ട് ഒന്നാമതായി യഹോവ യഹോശാഫാത്തിനെ ധൈര്യപ്പെടുത്തുവാനിടയായി തീർന്നു. എന്തു പറഞ്ഞ ധൈര്യപ്പെടുത്തിയത് എന്നറിയണ്ടേ? യഹോശാഫാത്തേ, ഈ വലിയ ജനസമൂഹ നിമിത്തം നീ ഭയപ്പെടരുത്. യുദ്ധം നിന്റെയല്ല, യുദ്ധം എൻ്റെയാണ്. ആകയാൽ നാളെ നീ അവരുടെ നേരെ ചെല്ലുക, അവരെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞ് യഹോവ യഹോശാഫാത്തിനെ ധൈര്യപ്പെടുത്തി. ഇന്നത്തെ പല നേതാക്കന്മാരെ പോലെയും യഹോവ യഹോശാഫാത്തിനെ ധൈര്യപ്പെടുത്തി ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയായിരുന്നില്ല. രണ്ടാമതായി യഹോവ യഹോശാഫാത്തിനു വേണ്ടി യുദ്ധം ചെയ്തു. ഒന്നുകൂടെ ലഘൂകരിച്ച്, ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, യഹോശാഫാത്തിനു വിരോധമായി പാളയമടിച്ച വ്യക്തിജീവിതങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടായിട്ട് അവർ പരസ്പരം വെട്ടിച്ചാകുവാൻ ഇടയായിത്തീർന്നു. ഈ വചനത്തിൻ്റെ ദൂതായി ഞാൻ വിളിച്ചു പറയട്ടെ, യുദ്ധം ചെയ്യാതെ ജയത്തെ തരുന്ന ദൈവത്തെയാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നത്. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: സൈന്യ ബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല, ജയത്തിന് കുതിര വ്യർത്ഥമത്രേ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത് എന്നറിയണ്ടേ? വലിയൊരു കൂട്ടം സൈന്യമില്ല എങ്കിൽ തന്നെയും, വലിയ ബലമൊന്നുമില്ല എങ്കിൽ തന്നെയും, വലിയ ആയുധ സാമഗ്രികൾ ഒന്നുമില്ല എങ്കിൽ തന്നെയും ജയത്തെ തരുവാൻ ദൈവത്തിന് കഴിയും. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ, യുദ്ധം ചെയ്യാതെയും ജയത്തെ തരുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ഈ ദിവസങ്ങളിൽ യഹോവയിൽ ആശ്രയിച്ചുകൊണ്ട് ജയകരമാകുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തെ കാഴ്ചവെക്കുവാൻ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മേവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.